എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ചിന്തയായിരുന്നു നമ്മളുടെ രാജ്യത്തുള്ള പോലീസുകളും അതുപോലെ ഈ മന്ത്രിമാർ അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും. അതുപോലെ ചെറുപ്പം മുതലേ തന്നെ നമുക്ക് ഓർമ്മ വെച്ച മുതലേ തന്നെ കേൾക്കുന്നൊരു വാക്കാണ് അഴിമതി. അല്ലെങ്കിൽ പോലീസുകാർ കുറേ പേരെ തല്ലിക്കൊന്നു, പോലീസ് ലോക്കപ്പ് മർദ്ദനം, അതേപോലെ തന്നെ റോഡ് പണികളിലുള്ള അഴിമതി. അങ്ങനെ ഇതേപോലത്തുള്ള സംഭവങ്ങൾ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ട് 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 ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു പ്രായത്തിലേക്ക് ഞാൻ ചിന്തിച്ചു ഇതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ എന്താണ്. കുറേ ആൾക്കാർ ഇതേപോലെയുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അത് പ്രതിഷേധിക്കുന്ന ആൾക്കാരെ പോയിട്ട് പോലീസ് അടിച്ചമർത്തുന്നു, അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നിട്ട് കസ്റ്റഡിയിലിട്ടിട്ട് പിന്നെയും ലോക്കപ്പ് മർദ്ദനം, അനുബന്ധിച്ചിട്ടുള്ള മരണങ്ങളും കാര്യങ്ങളും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് നമ്മളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്കൊരു അവകാശം നിഷേധിക്കപ്പെടുമ്പോഴത്തേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യത്തിനെതിരെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വിട്ടിട്ടുള്ള ജനപ്രതിനിധികൾക്ക് നേരെ നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനായിട്ടുള്ള റൈറ്റ് പോലും നമുക്കില്ല. അത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസുകാരെ. അതേപോലെ തന്നെ നമ്മൾ പോലീസുകാരുടെ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവർ നിയമപാലകരാണ്. അതേപോലെ അവർ ക്രൈം ഒന്നും നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ടും, അങ്ങനെ നിയമത്തിൻ്റെ ഒരു സപ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ പൊതുജനത്തിന്, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് ഒരു സപ്പോർട്ടിന്, അവരുടെ സ്വത്തിനും സമ്പത്തിനൊക്കെ സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് പോലീസ് എന്നുള്ള സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ നമ്മൾ ഒട്ടുമിക്ക ന്യൂസുകളും ഒരു കൊല്ലം അത്യാവശ്യം ഒരു 10-20 ന്യൂസിനുള്ളിൽ മേളിൽ നമ്മൾ കാണാറുണ്ട് ഈ പോലീസുകാരുടെ മർദ്ദനം കാര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസുകാർ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചിട്ട് പ്രതി മരിച്ചു, അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഇതിൻ്റെ പരിഹാരം എന്താണ്. കാരണം എപ്പോഴും ഒരു ലോക്കപ്പ് മർദ്ദനം നടക്കുമ്പോഴത്തേക്കും ആൾക്കാർ പ്രതിഷേധിക്കും, കുറച്ചാൾ പ്രതിഷേധിക്കും, അതേപോലത്തേക്കും ചിലപ്പോൾ പോലീസുകാരന് സസ്പെൻഷൻ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഡിസ്മിസൽ കൊടുക്കുമായിരിക്കും. ഇനിയിപ്പോൾ ഡിസ്മിസൽ കൊടുത്താൽ പോലും ആ ഒരു ഭരണ പാർട്ടിയുടെ അനുകൂലിച്ച് പ്രവർത്തിച്ച പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാറുമുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു. നമുക്ക് ഈ ഒരു പോലീസ് അല്ലെങ്കിൽ ഈ ഒരു അഴിമതി, ഇത് എത്ര പാർട്ടി മാറി വന്നാലും ഇത് തന്നെയാണ് ഗതി, മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മളിവിടെ LDF, UDF, അതേപോലെ തന്നെ BJP പാർട്ടികളും പല പല സ്റ്റേറ്റുകളായിട്ട് ഭരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ സ്റ്റേറ്റുകളിലും അഴിമതികളും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനിൽ വേറെ പാർട്ടി മാറി വന്നാലും, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഇതിനെന്താണ് ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിനുള്ളൊരു വഴികൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ പോലീസ് അവരെങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, വലിയ ഡീറ്റെയിലായിട്ട് ഞാൻ പറയാനുള്ള ചെറിയൊരു ഹിസ്റ്ററി. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർ രാജ്യഭരണ കാലം മുതൽ തന്നെ ഈ ഒരു പോലീസുകാരെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടുത്തെ ടാക്സ് പിടിക്കാനായിട്ടും ഉള്ള കാര്യങ്ങൾക്കും മറ്റും, അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കുറ്റം അതൊക്കെ കണ്ട് അതിന് ചോദ്യം ചെയ്യാനായിട്ട് കൂടുതലും ഈ രാജാക്കന്മാർ അപ്പോയിൻറ്റ് ചെയ്ത പോലീസുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടല്ലായിരുന്നു. ഇവരെ എപ്പോഴും റിപ്പോർട്ട് ചെയ്തിരുന്നത് രാജാവിനോട് മാത്രമായിരുന്നു, മനസ്സിലായില്ലേ. രാജാവ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സംഭവങ്ങളൊന്നും ഈ രാജഭരണ കാലത്തുള്ള പോലീസുകാർക്ക് ഇല്ലായിരുന്നു. കാരണം അവർ കുറേ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയുള്ള പോലീസുകാരായിരുന്നു. എപ്പോഴും രാജാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ജനങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്തുക, അവരെ കൂടുതൽ ബദലെടുക്കുക, അവരെ കഷ്ടപ്പെടുന്ന ഏതൊരു കാര്യത്തിൻ്റെ ഫലം ഈ പോലീസുകാരെന്ന് പറയുന്ന ആൾക്കാർ അവർ കുറേ അതിൽ നിന്ന് എടുക്കുകയും അധികാരപൂർവ്വം എടുക്കുകയും കുറേ രാജാവിനെ ഏൽപ്പിക്കുകയും കുറേ ഇവരെടുക്കുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സ്വാതന്ത്ര്യം നേടിത്തരണ മുന്നേ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ ഭരിച്ച് അത്യാവശ്യം കുളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ മുന്നേയും ഇവിടെ ഇന്ത്യയിൽ പല പല, അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ആയിട്ടില്ല, അപ്പോൾ അതിന് മുന്നേ പല പല രാജാക്കന്മാരാണ് പല പല സ്ഥലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തും ഇതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ രാജാക്കന്മാർക്ക് പോലീസുണ്ട്. ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള മോഡേൺ പോലീസ് ഇല്ല. ആ ഒരു സമയത്ത് അവരുടെ രാജാവിന് അനുകൂലമായിട്ട് ഇതേപോലെ ടാക്സ് പിടിക്കാനായിട്ടും അതിൽ പാവങ്ങളുടെ അടിച്ചമർത്താനും വേണ്ടിയിട്ട് കാര്യങ്ങൾ.
പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്കുമാണ് എന്താ പറയുക ആ ബ്രിട്ടീഷ് മോഡേൺ പോലീസ് എന്നുള്ളൊരു സംഭവം ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കുറച്ചൊരു ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 1774 കാലഘട്ടത്തിൽ കൽക്കട്ടയിലാണ് ബ്രിട്ടീഷ് ഈ മോഡേൺ പോലീസ് എന്നുള്ള ആ ഒരു ഫോഴ്സ് രൂപീകരിച്ചത്. എന്നിട്ട് അവരുടെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്, കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളും. അപ്പോൾ അതിൽ ഒന്നാമത്താണ് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, നിയമപാലകരായിട്ടുള്ള സംഭവം. പിന്നെ സർവൈലൻസ്, എല്ലാം നിരീക്ഷിക്കുക. പിന്നെ ടാക്സ് കളക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടേഴ്സ്, അതായത് ഓൾറെഡി ചുങ്കം കരം പിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവരെ കൂടെ സപ്പോർട്ട് പോയിട്ട് അവരൊപ്പം നിന്ന് ടാക്സ് പിരിച്ചെടുക്കുക. പിന്നുള്ളത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഈ 4 ഡ്യൂട്ടീസായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ആ ഒരു സമയത്ത് അവർ ചെയ്യുന്ന ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ബീറ്റിങ്സ്, അതായത് ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ മർദ്ദിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ബ്രിട്ടീഷുകാർ രൂപീകരിച്ചിട്ടുള്ള ആ ഒരു പോലീസുകാരിൽ നിന്ന് തന്നെ ആ സമയത്തായിട്ട് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഈ ഫിസിക്കൽ ബീറ്റിങ് ഞാനിത് ChatGPT ഞാനിത് നോക്കിയത് കേട്ടോ. അപ്പോൾ അതിൽ ഇംഗ്ലീഷിലാണ് വന്നിരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം. പിന്നെ പണിഷ്മെൻറ്റ്സ്, അവർ നടത്തിയിരുന്ന ശിക്ഷകൾ വളരെ വയലൻ്റും ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള വയലൻസ് എന്ന് പറഞ്ഞ ശിക്ഷകളാണ് അവർക്ക് തോന്നുന്ന പോലെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ആ പണിഷ്മെൻ്റ് ഒന്നും ഫസ്റ്റ് തുടക്ക സമയത്തില്ലായിരുന്നു. തോന്നുന്ന പോലെ നല്ലപോലെ പണിഷ്മെൻറ്റ് ചെയ്യും, വളരെ ബ്രൂട്ടലായിരുന്നു, കുറേ ആൾക്കാർ മരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ ചെയ്തിരുന്നൊരു കുറ്റകൃത്യമാണ് കൊറപ്ഷൻ ആൻഡ് എക്സ്റ്റോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പാവപ്പെട്ട സാധാരണക്കാർ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് രാജാക്കന്മാരുടെ നിന്ന് പിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക പൈസ, അവരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ ഇവരുടെ സുഖച്ചെലവിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കുക. അതേപോലെ തന്നെ പാവപ്പെട്ട വില്ലേജേഴ്സിനെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ അവരുള്ള കൃഷി വസ്തുക്കളും, മനസ്സിലായി, ചിലപ്പോൾ അവർ കൃഷി ചെയ്ത നെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി സംബന്ധമായിട്ടുള്ള സംഭവങ്ങളുണ്ടാകും, അതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ട് അവരെ ദ്രോഹിച്ച് പിടിച്ചെടുക്കുക, ഇങ്ങനത്തെ ഒരു സംഭവം. അതേപോലെ തന്നെ വേറെ ചെയ്തിരുന്ന ക്രൂവാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് പ്രതിഷേധ പ്രകടനം നടത്തുന്ന പാവപ്പെട്ട ആൾക്കാർ, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെങ്കിലും ജാതിയോ സമരം ചെയ്യുന്ന ആൾക്കാർ, അവരെ വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്തുക. അതേപോലെ തന്നെ യൂസ്ഡ് എക്സസീവ് ഫോഴ്സ്, വളരെ എക്സസീവായിട്ട് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഇവരെ പിടിച്ച് കസ്റ്റഡിയിലാക്കുക. അതേപോലെ തന്നെ യാതൊരു വാറൻറ്റോ അല്ലെങ്കിൽ യാതൊരു എന്താ പറയുക അവർക്ക് തോന്നുന്ന ആൾക്കാരെ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡിയിലിട്ട് മർദ്ദിക്കുക, മനസ്സിലായില്ലേ? പക്ഷേ ആ സമയത്ത് ഇന്നത്തെ പോലെ ഇന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ അറസ്റ്റ് ചെയ്യാണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത ഒരു പ്രതിനെ നിങ്ങൾക്ക് ദേഹോപദ്രവം ഏർപ്പിക്കാണ്ട് പാടില്ല എന്നുള്ള സംഭവം നിയമങ്ങളൊന്നും ആ സമയത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ബ്രൂട്ടലായിരുന്നു. പിന്നെ ഉള്ളത് നോ അക്കൗണ്ടബിലിറ്റി, അവർക്ക് ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ഒരു ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് മാത്രം, ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു പോലീസുകാർ ആ ഒരു ഫോഴ്സ് രൂപപ്പെട്ടത്. അപ്പോൾ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് മാത്രം അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളൂ, വേറെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോലീസല്ല ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫീസേഴ്സ് ആയിരുന്നു ഈ ഒരു ബ്രിട്ടീഷുകാർ രൂപീകരിച്ചിട്ടായ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഓഫീസേഴ്സിനെ തന്നെയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് കണ്ട് കൈമാറി പിന്നീട് എന്താ പറയുക സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന പോലീസുകാരും ഇതൊക്കെ തന്നെ കണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെ വിചാരം എന്താണ്, പോലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എന്നുള്ളതാണ് വിചാരം. കാരണം അവർ മനസ്സിലാക്കിയത് പോലീസ് ഇങ്ങനെയാണ്. പോലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിനെ പേടിപ്പിക്കുക, അവരെ അടിക്കുക, ഗവൺമെൻറ്റിന് എതിരെ ആ സമയത്ത് ബ്രിട്ടീഷിനെതിരെ നിന്ന ആൾക്കാരെ എന്ത് ചെയ്യുക, ഉപദ്രവിക്കുകയും കസ്റ്റഡിയിലിടുകയും അന്യായമായിട്ട് കസ്റ്റഡിയിടുകയും മർദ്ദിച്ച് കൊല്ലുകയും ചെയ്തിട്ടായിരുന്നു. ആ സെയിം സംഭവം തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു പോലീസുകാരുടെ കുറ്റമായിട്ട് പറയണമെന്നില്ല, ഇത് പോലീസുകാരുടെ ഒരു ഫീച്ചറാണ്, മനസ്സിലായി? പോലീസുകാരെ കൊണ്ടുള്ളൊരു ഉപയോഗം അങ്ങനെയായിരുന്നു. നമ്മൾ ഈ ഹിസ്റ്ററീസ് മൊത്തം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിന് വേണ്ടിയിട്ടുള്ളതാണ്. രാജാവിന് അയാളുടെ സുഗമമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് പാവങ്ങളുടെ നിന്ന് ടാക്സ് പിടിക്കാനായിട്ടും, അതേപോലെ തന്നെ എന്താ പറയുക വസ്തുക്കൾ, കൃഷി ഉൽപ്പന്നങ്ങൾ പിടിച്ച് രാജാവിൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അങ്ങനെ രാജാവ് ഫോക്കസ് മാത്രമായിട്ടാണ് ഈ ഒരു പോലീസ് ഫോഴ്സ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായത്. എന്നാൽ ഇന്ത്യയിലും സെയിം ഈ സംഭവം തന്നെ. ബ്രിട്ടീഷ് കൊളനൈസേഷൻ വന്നപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അവർ പോലീസ് ഉപയോഗിച്ച്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇവരെ കുറ്റം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഫീച്ചറാണ്. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഫാനുണ്ട് അല്ലേ? അപ്പോൾ ഫാനിൻ്റെ ഉപയോഗം ഫാൻ ഉണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ അത് കറങ്ങും, കാറ്റ് കൊള്ളുക എന്നുള്ളതാണ് ഫാനിൻ്റെ ഉപയോഗം.
അതേപോലെ തന്നെയാണ് ലൈറ്റിൻ്റെ ഉപയോഗം എന്താണ്, അതിൽ പ്രകാശിക്കുന്ന ലൈറ്റിൻ്റെ ഉപയോഗം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പോലീസുകാരുടെ ഉപയോഗം. കാരണം പോലീസുകാരുടെ ഒരു ഫീച്ചർ അതാണ്, അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്നല്ല, അങ്ങനെയാണ് ആ ഒരു പോലീസ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഫാൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ സെയിം സംഭവമാണ് പോലീസ് ഫോഴ്സും ഈ ഒരു സെയിം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു തോക്ക് അതിൻ്റെ ഉപയോഗം എന്താണ്? വെടിവെക്കലാണ് തോക്കിൻ്റെ ഉപയോഗം അല്ലേ? അത് തോക്കിൻ്റെ ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ആ ഒരു തോക്കിൻ്റെ ഗണ്ണിൻ്റെ ഉപയോഗം വെടിവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ മിലിറ്ററിയും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സും അതൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് വെച്ച് വെടിവെക്കുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു മെയിൻ സംഭവമാണ്, അതാണ് മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ നിങ്ങൾ പോലീസിലും ഞാനും അങ്ങനെ കാണാം. കാരണം പോലീസ് ഇങ്ങനെ ചെയ്ത് ഉരുട്ടി കൊലപ്പെടുത്തി, അല്ലെങ്കിൽ മർദ്ദിച്ചു, അന്യായമായിട്ട് തടങ്കലിൽ വെച്ചു, ഭീഷണിപ്പെടുത്തി, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇതാണ് അവരെ കൊണ്ടുള്ള ഉപയോഗം, ഇതാണ് അവരുടെ മെയിൻ എന്താ പറയുക വർക്കിംഗ് സ്റ്റൈൽ ഇതാണ്. അപ്പം നമ്മളതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് ആ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ എന്താ പറയുക, ചില ആൾക്കാർ ഈ പോലീസിൽ പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ നല്ല മനുഷ്യത്വമുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ ഒരു ഉപയോഗം തെറ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ വീട്ടിലുള്ള സംഭവം ചെയറില്ലേ. ചെയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, 4 കാലുകളുണ്ടാവും. അതുപോലെ ബാക്കിൽ നമുക്ക് മുതുകിങ്ങനെ ചാരി റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഇരുന്നിങ്ങനെ ചാരി നമുക്ക് റിലാക്സ് ചെയ്തിട്ടിരിക്കാം അല്ലേ. അപ്പോൾ ചെയറിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ടുള്ളതാണ് ചെയർ എന്ന് പറയുന്നത്. അപ്പോൾ പോലീസുകാരിൽ ചില ആൾക്കാർ എന്താ പറയുക മനുഷ്യത്വപരമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇന്നത്തെ ആ ഒരു പോലീസിൻ്റെ സേനയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരെന്ന് പറയുന്നത്. കുറേ ആൾക്കാർ ആ ഒരു പോലീസിൻ്റെ സെയിം ആ ഒരു പണ്ടത്തെ ഉപയോഗം എന്താണോ ആ സെയിം ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ കസേരയുടെ എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന പോലീസുകാർ അവർ ഈ കസേരനെ കൊണ്ടിട്ടുള്ള വേറെ ഉപയോഗവും കാണും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നല്ലൊരു ഹൈറ്റിൽ നിന്ന് ഒരു സാധനം നമുക്കിപ്പോൾ എടുക്കണം, എന്തെങ്കിലും ഒരു ഫോട്ടോ ഫ്രെയിം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാനിൻ്റെ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ട്യൂബ് ലൈറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കമില്ലെന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചെയർ വലിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കം കിട്ടും. അപ്പോൾ ഇതേപോലെ ആ ഒരു പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കുന്ന നല്ല മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന പോലീസുകാരുണ്ട്. അപ്പോൾ അവരുള്ളത് കൊണ്ടിട്ടാണ് പോലീസിന് ഇന്ന് കുറേ സൽപ്പരികൾ കേൾക്കുന്നത്. എന്നാലും അതിലും ഇന്ന് കറക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാനിതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലായപ്പോഴത്തേക്കും പോലീസ് ഇങ്ങനെയാണ്. പോലീസിനെ സെയിം സംഭവം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പബ്ലിക്കിനെ ഇതേപോലെ എന്താ പറയുക ആ ഒരു പവർ ഉപയോഗിച്ച് ത്രട്ടൺ ചെയ്യുന്ന പോലീസുകാർ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പ്രതിഷേധമൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രതിഷേധത്തിനെ അടിച്ചമർത്തുന്ന പോലീസുകാർ, അത് അവരുടെ ഡ്യൂട്ടീസാണ്. മനസ്സിലായില്ലേ? അതിൽ ശരിയും തെറ്റൊന്നുമില്ല. അത് അവരുടെ ഡ്യൂട്ടീസ് പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ എലക്ട് ചെയ്തിട്ടുള്ള ഈ മന്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് രാജഭരണ സമയത്ത് ഒരു രാജാവായിരുന്നു ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ജനാധിപത്യം വരുന്നപ്പോഴത്തേക്ക് എന്ത് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവ് മാറിയിട്ട് ഇപ്പോൾ പല രാജാക്കന്മാരെ. മനസ്സിലായില്ലേ? എന്തോരം രാജാക്കന്മാരുണ്ട്, MLA, MP, മേയർ, കൗൺസിലർമാർ. അതേപോലെ തന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പോലീസ് ഓഫീസേഴ്സ്, IPS ഉദ്യോഗസ്ഥന്മാർ, കളക്ടേഴ്സ്, പിന്നെ എന്താ പറയുക വില്ലേജ് ഓഫീസേഴ്സ്, തഹസിൽദാർ, അങ്ങനെ കുറേ രാജാക്കന്മാരായി. പണ്ട് നമുക്ക് ഒരു രാജാവിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ രാജാക്കന്മാരായി. ആ സെയിം സംഭവം തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവരാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവർ ഈ ഒരു ഭരണത്തിൻ്റെ തുടർച്ചക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു രാജാവ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൻ്റെ ആ സെയിം അതിൻ്റെ തന്നെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചക്കാരാണ് ഈ മന്ത്രിമാരെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പഴയ എന്താ പറയുക ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള പോലീസ് ഞാൻ പറയില്ല. പോലീസുകാരുടെ മെയിൻ എന്താ പറയുക പ്രവർത്തന ശൈലി എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു അല്ലെങ്കിൽ അവർ ചെയ്ത് വന്നിരുന്ന രീതി അതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു എന്താ പറയുക ഈ ഒരു അക്രമത്തിനും അല്ലെങ്കിൽ ഈ ഒരു അഴിമതിക്കും അതിന് എന്താ പറയുക അറുതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫുള്ളായിട്ട് അഴിച്ച് പണിതിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗമാകുന്ന രീതിയിൽ നമ്മളത് അഴിച്ച് പണിതേണ്ടതുണ്ട് അത് ഫുള്ളായിട്ട്. എക്സാമ്പിൾ ഈ ഒരു കസേരയുടെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം.
നമുക്ക് ഈ കസേര വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മോഡേൺ ആയിട്ട് ഒന്ന് ഫുൾ അഴിച്ച് പണിതിട്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപയോഗപരമായിട്ടുള്ള എന്താ പറയുക, രണ്ടുപേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന കസേര ആക്കുക. അല്ലെങ്കിൽ കസേര തന്നെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കസേരയിൽ തന്നെ ചിലപ്പോൾ ടേബിൾ ആക്കാൻ വേണ്ടി പറ്റും. കസേര മറ്റേ ആ ചാരുന്ന ഭാഗമില്ലേ, ആ ഭാഗം ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ പ്ലേറ്റ് വെച്ച് കഴിക്കുന്ന രീതിയിൽ ടേബിൾ ആക്കാനേ പറ്റും. മൾട്ടി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിക്കുന്ന സിസ്റ്റങ്ങൾ അഴിച്ചു പണിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പല പല എന്താ പറയുക, സ്ക്രാപ്പിൽ നിന്നിട്ട് കിട്ടുന്ന ഐറ്റംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെഹിക്കിളിൻ്റെ സ്ക്രാപ്പുകൾ, അതൊക്കെ പല എന്താ പറയുക കലാകാരന്മാർ അത് വെച്ചിട്ട് പല പല കലാരൂപങ്ങൾ, പല ആർട്ട് വർക്കുകൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലുള്ളൊരു അഴിച്ചുപണി ഈ ഒരു പോലീസിലും അതേപോലെ തന്നെ ഈ മന്ത്രിമാരും അതേപോലെ ബാക്കിയുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥരിലും, ജനങ്ങളുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥരിലും ഇതേപോലുള്ള അഴിച്ചുപണികൾ ആവശ്യമുണ്ട്. അല്ലാതെ എത്ര ഭരണം മാറി വന്നിട്ടും എത്ര പുതിയ പുതിയ പോലീസുകാർ പിള്ളേർ ഈ ഒരു പോലീസിലേക്ക് വന്നിട്ടും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ആ ഒരു പദവിയിലിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, മനസ്സിലായില്ലേ. നമുക്കതിനെ കുറ്റം പറയാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു കസേര അഴിച്ചിട്ട് കൂടുതൽ ഗുണപരതയുള്ള ഒരു ഉപകരണമാക്കിയിട്ട് മാറ്റുന്നത് പോലെ ആ രീതിയിൽ ഈ പോലീസ് സേനയും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക മന്ത്രിമാരുടെ സംഭവം അത് അഴിച്ചു പണിത് അതിൻ്റെ എന്തൊക്കെ ബൈലോസ് ചെയ്തിട്ടുണ്ടാവോ, അവർ എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ടാവോ, ആ സംഭവങ്ങൾ ഫുൾ മാറ്റി അതിൻ്റെ മെയിൻ ത്രട്ടായിട്ട് നിൽക്കുന്ന ഒരു വേർഡ് ഞാൻ പറഞ്ഞത് ഭരണമാണ് അല്ലെങ്കിൽ അതോറിറ്റിയാണ്. മനസ്സിലായി. കാരണം ഈ ഒരു ഭരണം അല്ലെങ്കിൽ പവർ എന്നുള്ള സംഭവം വരുമ്പോഴത്തേക്കും അവരെപ്പോഴും ഒരാളുടെ മേളിൽ കയറി നിന്നിട്ട് അയാളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്ന രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു വേർഡും അല്ലെങ്കിൽ അത് കൊടുത്തിരിക്കുന്ന ഒരു പവർ അങ്ങനത്തെയാണ് ഭരണം എന്നുള്ള സംഭവം, മനസ്സിലായേ. അപ്പോൾ ഫസ്റ്റ് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതെടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കാം, ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരുടെ ജീവിതം അധോഗതിയാവില്ല എന്നുള്ളത്. ശരി, അതിലും ഞാൻ പറയുന്നത് ഇത് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് മാറ്റണമെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലായാലേ. പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാണ്ട് പറ്റില്ല. ബാക്കിയുള്ള ഉപദ്രവകാരികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ജീവിക്കാണ്ട് പറ്റില്ല. പോലീസ് നമുക്കത് അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറയിൽ ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ട് നിൽക്കുന്ന തലമുറയിലുള്ള പിള്ളേരുകൾ മനസ്സിലായില്ലേ, അവർക്ക് എന്താ പറയുക ഒരു നല്ലൊരു സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടൊരു പൗരനും അങ്ങനത്തെ ഇതായിട്ട് മാറാൻ വേണ്ടിയിട്ട് സ്കൂൾ ലെവൽ മുതൽ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അവരെ എന്താ പറയുക പേഴ്സണൽ ഹൈജീൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേസ്റ്റുകൾ എങ്ങനെ എവിടെ ഇടണം. ഇപ്പോൾ അഴുകുന്ന വേസ്റ്റുകളുണ്ട്, അഴുകാത്ത വേസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ഈ വേസ്റ്റുകൾ, അഴുകുന്ന വേസ്റ്റുകൾ ഒരു വേറൊരു പാത്രത്തിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വേറൊരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ അങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. അതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ റീസൈക്ലിങ്ങും പ്രോസസ്സൊക്കെ ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ഏത് കമ്പനീസാണ് അവർക്ക് എളുപ്പമാവും. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് കാര്യങ്ങൾക്കും കുട്ടികൾക്ക് എന്താ പറയുക ചെറുപ്പം മുതൽ തന്നെ കൊടുത്ത് അത് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു തലമുറ വരുമ്പോഴത്തേക്കുമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പോലീസുകാരെന്നുള്ള ഈ ഒരു ഫോഴ്സിൽ അഴിച്ചു പണി ആരംഭിച്ചിട്ട് എന്തെങ്കിലും ഈ സിറ്റിസൻസ് അസിസ്റ്റൻസ് അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മീഡിയേഷൻ ചെയ്തിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ആക്കുന്ന രീതിയിൽ, മനസ്സിലായില്ലേ. അതിലെപ്പോഴും നമ്മൾ എത്ര തന്നെ ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ഇതേപോലെ ക്രിമിനൽ മൈൻഡായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ എന്താ പറയുക നമ്മൾ ജയിലിൽ കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഈ സൊസൈറ്റിയിലേക്ക് വരുത്തേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സെയിം ഇതിൽ തന്നെ ഈ ഒരു മന്ത്രിമാരുടെ സംഭവങ്ങൾ, നമ്മളിവിടെ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ. നമ്മൾ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കുമാണ് ഇതേപോലെ ഈ എന്താണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് 740 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിക്കുകയും എന്നിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് ഇപ്പോൾ ഒരു വർഷമായവാറായി അതിൻ്റെ ബേസ്മെൻറ്റ് എന്തോ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ പണി പൂർത്തിയാക്കി ആൾക്കാർ താമസിക്കുമ്പോഴത്തേക്കും തന്നെ ആ ബിൽഡിങ് എത്ര കാലം നിൽക്കും എന്നുള്ളത് ആർക്കും അറിയാം. ഇപ്പോൾ ഉള്ളത് കണ്ടറിയണം. അപ്പം ഇങ്ങനത്തെ അഴിമതിയൊക്കെ നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രിമാരുടെ ഇതിലും ഈ ഒരു ഭരണം എന്നുള്ള സംഭവം മാറിയിട്ട് അവർ ജനപ്രതിനിധികൾ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിലായിരിക്കണം അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവർ എന്താ പറയുക ഈ ഒരു സ്ഥാനത്തേക്ക് വരേണ്ടത്. അപ്പം അതിൽ അവർക്ക് ഇത്രയും പവറും അല്ലെങ്കിൽ ഇതേപോലെ കുറേ കാറുകളും ഓരോ മന്ത്രിമാർക്ക് എത്തുന്ന പേഴ്സണൽ സെക്രട്ടറികളും അതൊക്കെ നമ്മളുടെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇവരെടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ
ഇതിലുള്ള മാറ്റം കൊണ്ടുവന്ന് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് മാത്രമേ നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ അടിച്ചമർത്തുന്ന ജനതകളെ അടിച്ചമർത്തുന്ന സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മാറ്റി നല്ലൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് നടക്കുന്ന പണിയില്ല, നല്ല കഷ്ടപ്പാടുകളുണ്ട്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഭരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പല പണികളും നോക്കും. പക്ഷെ ഇത് നമ്മളെ പോലത്തുള്ള ഈ കുട്ടികളുടെ പാരൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ ഉണ്ടാവണം. നമ്മൾക്ക് ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ ബാക്കിയുള്ള കുട്ടികളിലെ എന്താ പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറി കൈമാറി പതിയെ പതിയെ ഇംപ്ലിമെൻ്റ് ആയിട്ട് വരും. അതൊരിക്കലും വരാതിരിക്കുമെന്നില്ല. കാരണം ഇവിടെ ഈ ഒരു ഇന്ത്യ മഹാരാജ്യമാവുന്നതിന് മുന്നേ ഇത് പല പല രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു, മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു രാജഭരണത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ എന്താ പറയുക ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഗ്രോത്ത് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്, നല്ലപോലെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണാതെ പോകുന്ന കുറേ ജനവിഭാഗങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അവർക്കൊന്നും അവരുടെ അവകാശങ്ങൾ ഇപ്പോഴും നേടിക്കൊടുക്കാൻ ഈ ഒരു ജനാധിപത്യ ഭരണത്തിൽ കഴിഞ്ഞിട്ടില്ല. കാരണം ജനാധിപത്യ ഭരണം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ കുറേ ബാക്കിലായിട്ടാണ്. ഇനിയും കുറേ കാര്യങ്ങൾ മാറ്റം വരാനുണ്ട്, ഇനിയും കുറേ കാര്യങ്ങൾ നവീകരിക്കാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് എൻ്റെ തലയിൽ തോന്നിയൊരു തോട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങളും ഇതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.